മക്കൾ വരിക മഖ്ദൂം നഗരിയിലേക്ക് വരിക ധർമ്മ കെട്ടിവിറച്ചു കാലത്തിനു മായ്ക്കുവാൻ കഴിവില്ലെന്ന് ബോധ്യമായി കാലത്തിനു മായ്ക്കുവാൻ കഴിവില്ലെന്ന് ബോധ്യമായി കരുത്തുയർത്തി ഞങ്ങളെത്തി സുന്നിപ്പട വളരലായി സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ് 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 ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് ധീരരാം യുവാക്കളൊത്ത് ഞങ്ങൾ വരുന്നു മൂവർണ്ണക്കൊടിയും കയ്യിലേന്തി വരുന്നു ജനലക്ഷമിന്നിതാ ഒഴുകി വരുന്നിതാ ജനലക്ഷമിന്നിതാ ഒഴുകി വരുന്നിതാ ധർമ്മപട ഒഴുകി വരുന്നിതാ ധർമ്മപട ഒഴുകി വരുന്നിതാ സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ് 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 ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് വീതി ശുഭ്രമാക്കി ഞങ്ങൾ വരുന്നു ധർമ്മഗരിമഗാനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ കൂടംകുളം നിലയം നിർത്തിവെക്കേണ്ടി വരുമെന്ന് സുപ്രീം കോടതി. സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം വൈകുന്നേരം 5-ന് ശേഷം മതിയെന്ന ഹൈക്കോടതി. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗിന് കാരണം ആസൂത്രണത്തിലെ പിഴവ് മൂലമാണെന്ന് CPM. എല്ലാ പ്രകൃതി വിഭവങ്ങളും ലേലത്തിലൂടെ വിതരണം ചെയ്യണമെന്നില്ലെന്ന് സുപ്രീം കോടതി. പ്രവാചകനെന്ന അമേരിക്കൻ വിവാദ സിനിമയ്ക്കെതിരെ കൊൽക്കത്തയിൽ റാലിയിൽ സംഘർഷം. മുജാഹിദ് സക്കരിയ സലാഹി ഗ്രൂപ്പ് സൗദിയിൽ സാമാന്തര യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ആസാം കലാപത്തിനിരയായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന അഭയാർത്ഥികൾക്ക് ബലിപെരുന്നാളിന് ധരിക്കാൻ SSF വസ്ത്രം ശേഖരിക്കുന്നു. വാർത്തകൾ വിശദമായി. സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ കൂടംകുളം ആണവ നിലയത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമെന്ന് സുപ്രീം കോടതി. പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപം ഗൌരവത്തോടെ കാണുമെന്നും കോടതി. കേസ് അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. നിലയത്തിനായി എത്ര പണം ചെലവഴിച്ചു എന്നതിലല്ല, സമീപത്തു താമസിക്കുന്നവരുടെ സുരക്ഷയാണ് പ്രധാനം. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല. നിലയത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ AS രാധാകൃഷ്ണനും ദീപക് മിശ്രയും സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയത്. 1989-ലായിരുന്നു ആണവ നിലയത്തിന് പാരിസ്ഥിതികാനുമതി ലഭിച്ചത്. എന്നാൽ 2006-ൽ ഇതിലെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി. ഇതിനുശേഷം പാരിസ്ഥിതിക അനുമതി ലഭ്യമായിട്ടില്ലെന്ന പ്രശാന്ത് ഭൂഷന്റെ വാദം അതീവ ഗൌരവമേറിയതാണെന്നും കോടതി പറഞ്ഞു. കേസിൽ അടുത്ത വ്യാഴാഴ്ച വീണ്ടും വാദം കേൾക്കും. സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം വൈകുന്നേരം 5 മണിക്ക് ശേഷമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. നേരത്തെ ബാറുടമകൾക്ക് അനുകൂലമുണ്ടായ കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് കോടതി നിർദ്ദേശം. കോർപ്പറേഷനും പഞ്ചായത്തിലും ബാറുകളുടെ പ്രവർത്തന സമയം ഭേദഗതി ചെയ്ത സർക്കാർ നടപടിക്കെതിരെ തിരുവനന്തപുരത്തെ സേവ്യർ റെസിഡൻസി ബാർ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി സിംഗിൾ ബെഞ്ച് അനുവദിച്ചിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ അപ്പീൽ സമർപ്പിച്ചത്. സമയം ഏകീകരിക്കുന്നത് മദ്യ ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കുമെന്നും തങ്ങളുടേത് വ്യക്തിപരമായ നിർദ്ദേശമാണെന്നും അപ്പീൽ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. 5 മണിക്ക് മുമ്പ് മദ്യപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യവും പരിഗണിക്കാവുന്നതാണെന്ന് കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പവർ കട്ടും ലോഡ് ഷെഡിംഗും ഏർപ്പെടുത്തേണ്ടി വരുന്നത് UDF സർക്കാരിന്റെ ആസൂത്രണ പിഴവ് മൂലമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആരോപിച്ചു. വൈദ്യുതി നയം ജനദ്രോഹപരമാണ്. നിരക്ക് വർധനയുടെ ആഘാതത്തിൽ നിന്നും ജനങ്ങൾ മോചിതരാകും മുമ്പ് പവർ കട്ടും ലോഡ് ഷെഡിംഗും ഏർപ്പെടുത്തി നാടിനെ ദുരവസ്ഥയിലേക്ക് എടുത്തെറിഞ്ഞിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ. വ്യവസായങ്ങൾക്ക് 25% പവർ കട്ട്, ഉപഭോഗം 200 യൂണിറ്റിലധികമാകുന്ന വീടുകൾക്ക് അധിക നിരക്ക് തുടങ്ങിയവ ഏർപ്പെടുത്താനുള്ള മന്ത്രിസഭാ തീരുമാനം പ്രതിഷേധാർഹമാണ്. വൈദ്യുതി ആസൂത്രണത്തിലെ ഗുരുതരമായ പിഴവാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. വരൾച്ചയും ഉപഭോഗത്തിലെ വർധനവും LDF ഭരണകാലത്തുണ്ടായിട്ടും പവർ കട്ട് ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു.
രാജ്യത്തെ എല്ലാ പ്രകൃതി വിഭവങ്ങളും ലേലം ചെയ്യേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. 2G സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ടെലികോം ലേലത്തിന് മാത്രമാണ് ബാധകമാവുകയെന്നും മറ്റ് പ്രകൃതി വിഭവങ്ങളുടെ വിൽപ്പനയെ അത് ബാധിക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 2G സ്പെക്ട്രം ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച രാഷ്ട്രപതിയുടെ റഫറൻസിലാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട 5-അംഗ ബെഞ്ച് സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ ലേലം നയപരമായ കാര്യമാണ്. ഇതിൽ തീരുമാനമെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. 2G കേസിലെ വിധി 2008 ശേഷമുള്ള സ്പെക്ട്രം ലേലത്തിന് മാത്രമാണ് ബാധകമാവുക. പൊതുനന്മക്കും സുതാര്യതയ്ക്കുമായിരിക്കണം ലേലത്തിൽ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. വരുമാന വർധനവ് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് പരിഗണിക്കേണ്ടത്. വരുമാന വർധന എല്ലായ്പ്പോഴും പൊതുനന്മയ്ക്ക് ഉതകണമെന്നില്ലെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. KNM ഔദ്യോഗിക വിഭാഗത്തെ വെല്ലുവിളിച്ച് സക്കരിയ സൊലാഹി വിഭാഗം, അതായത് ജിന്ന് അനുകൂല വിഭാഗം, സൗദി അറേബ്യയിൽ സമാന്തര യോഗങ്ങൾക്ക് തുടക്കം കുറിച്ചു. സൗദിയിലെ ഇസ്ലാഹി സെന്ററുകൾക്ക് കീഴിൽ വിവിധ ഏരിയകളിൽ പ്രവർത്തിക്കുന്ന ദഅവ സെന്ററുകൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിമത വിഭാഗം യോഗങ്ങൾ നടത്തുന്നത്. യുവ നേതാവും മുജാഹിദ് പ്രഭാഷകനുമായ മുജാഹിദ് ബാലുശ്ശേരിയെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്ന പേരിൽ 2 മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്യാമ്പയിനിന്റെ സൗദി തല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ജിദ്ദ ബലദിലെ ദഅവ സെന്ററിൽ വെച്ച് മുജാഹിദ് ബാലുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഔദ്യോഗിക വിഭാഗത്തിലെ ഒരു വിഭാഗം നേതാക്കളുടെ രഹസ്യ പിന്തുണ ഈ വിഭാഗത്തിനുണ്ടെന്നറിയുന്നു. കടുത്ത വിമർശനങ്ങളും വെല്ലുവിളികളുമാണ് ആദ്യ പരിപാടിയിൽ തന്നെ ഈ വിഭാഗം ഉയർത്തിയത്. ഡോക്ടർ സുബൈറിന്റെയും ഇഫ്സുർ റഹ്മാന്റെയും പിന്തുണ ഇവരുടെ നീക്കങ്ങൾക്കുണ്ടെന്നറിയുന്നു. ഇസ്ലാഹി സെന്ററുകളിലെ തന്നെ ഒരു വിഭാഗം ജീവനക്കാരുടെ പിന്തുണയോട് കൂടിയാണ് ഇവർ യോഗങ്ങൾ നടത്തുന്നത്. തൗഹീദ് പ്രബോധനം ചെയ്യാൻ കാൽനൂറ്റാണ്ട് നിലകൊണ്ട തന്നെ ജിന്ന് സേവകനായി ചിത്രീകരിക്കുന്നവർക്ക് നിഗൂഢമായ താൽപര്യമാണുള്ളതെന്നും അവരെ പ്രവർത്തകർ കരുതിയിരിക്കണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു. മുസ്ലിം ലോകത്ത് സർവാംഗീകൃതരായ ഇമാമമാരെ ബഹുദൈവാരാധകരായും ജിന്നുസേവകരായും ചിത്രീകരിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇത്തരം ഗൌരവതരമായ വാദങ്ങളിൽ നിന്നും ഔദ്യോഗിക വിഭാഗം പിന്തിരിയണമെന്നും അബ്ദുസ്സലാം മദനി പറഞ്ഞു. മുജാഹിദ് നേതാവ് ഹനീഫ കായക്കൊടി നബവി ഇമാമിനെതിരെ നടത്തിയ ശിർക്ക് ആരോപണത്തെ സൂചിപ്പിച്ചായിരുന്നു ഈ പരാമർശം. ഇസ്ലാഹി സെന്ററുകളടക്കം കൈവിട്ടു പോകുമോ എന്ന ഭയപ്പാടിലാണ് KNM ഔദ്യോഗിക വിഭാഗം. 2 മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിന് സക്കരിയ സൊലാഹി അടക്കം വൻ പട എത്തുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് KNM ഔദ്യോഗിക വിഭാഗം. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവഹേളിക്കുന്ന വിവാദ അമേരിക്കൻ സിനിമയ്ക്കെതിരെ കൊൽക്കത്തയിൽ നടന്ന റാലിയിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് പ്രതിഷേധക്കാർ അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. അമേരിക്കൻ കോൺസുലേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. 20,000-ഓളം ആളുകളാണ് റാലിയിൽ പങ്കെടുത്തത്. US സംവിധായകൻ സാം ബാസ്ലെയുടെ ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന സിനിമ ലോകമെമ്പാടും പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. സംഘർഷങ്ങൾ പടരുന്നത് ഒഴിവാക്കാൻ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ യൂട്യൂബ് വരെ നിരോധിച്ചിരുന്നു. മൂന്നാറിനടുത്ത് വട്ടവടയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് കൊടൈക്കനാൽ സ്വദേശികളായ 3 പേർ മരിച്ചു. ഗോപാലകൃഷ്ണൻ, ഗണേശൻ, കിച്ച എന്നിവരാണ് മരിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിയോടെയായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന ജീപ്പിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. മൂന്നാറിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് സംഭവം. വെള്ളൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തു കണ്ടെത്തി. മേവള്ളൂർ കക്കിട്ടിപ്പറമ്പിൽ സുരേന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. ചെറിയ പാക്കറ്റിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു. 1.5 മാസം മുമ്പ് റെയിൽവേ പാളത്തിൽ പൈപ്പ് ബോംബ് കണ്ടെത്തിയ സംഭവം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഇത്. ശവ്വാൽ 29 ഞായറാഴ്ച ദുൽഖഅദ് മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിച്ചിട്ടില്ലാത്തതിനാൽ ദുൽഖഅദ് 1 സെപ്റ്റംബർ 18 ചൊവ്വാഴ്ചയാണെന്ന് സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാദിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, KP ഹംസ മുസ്ലിയാർ, N അലി മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, ബേപ്പൂർ ഖാദി PT അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്നിവർ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സംഘബലം ഹൃദ്യം വിപ്ലവവീതിയിൽ പ്രവാസി സുന്നികൾ ധീരമുയർത്തുന്നീ ശബ്ദം. ശക്തമിഗോതയിൽ പ്രലോഭനങ്ങൾക്കെതിരെ മുഴക്കുന്നീ മന്ത്രം. ആദർശത്തിൻ സ്നേഹസ്വരം പകരുന്നീ മണലാരുണ്യത്തിൽ ആവേശത്തിൻ അലകളുണർത്തും KMIC ഹൃദയത്തിൽ. ആദർശത്തിൻ സ്നേഹസ്വരം പകരുന്നീ മണലാരുണ്യത്തിൽ ആവേശത്തിൻ
അലകളുണർത്തും KMIC ഹൃദയത്തിൽ. ധർമ്മസമൂഹമെ വാർത്തിടുവാനാരസ്സി നയിക്കും സഞ്ജയമിൽ കൈകോർത്തിന്നഭിവാദ്യവുമായി KMIC ഈണമിതിൽ. ധർമ്മസമൂഹമെ വാർത്തിടുവാനാരസ്സി നയിക്കും സഞ്ജയമിൽ കൈകോർത്തിന്നഭിവാദ്യവുമായി KMIC ഈണമിതിൽ. പാടുന്ന അഭിവാദ്യം ഞങ്ങൾ നേരുന്ന അഭിവാദ്യം, പാടുന്ന അഭിവാദ്യം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ആസാം കലാപത്തിനിരയായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന അഭയാർത്ഥികൾക്ക് വേണ്ടി SSF വസ്ത്രശേഖരണം നടത്തുന്നു. കലാപസമയത്ത് എല്ലാം വിട്ടെറിഞ്ഞ് ഓടിപ്പോന്ന ആയിരങ്ങൾ മതിയായ വസ്ത്രവും ഭക്ഷണവുമില്ലാതെ ഹതാശയരായി കഴിയുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടന്ന ആസാം പര്യടനവേളയിൽ ആവിഷ്കരിച്ച പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായാണ് ബലിപെരുന്നാളിന് ധരിക്കാനാവും വിധം SSFന്റെ നേതൃത്വത്തിൽ വസ്ത്രശേഖരണം നടത്തുന്നത്. യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ നടത്തുന്ന ഗൃഹസന്ദർശനത്തിലൂടെയും മറ്റും ശേഖരിക്കുന്ന വസ്ത്രങ്ങൾ പാക്കിംഗ് പൂർത്തിയാക്കിയ ശേഷം സെക്ടർ ഡിവിഷൻ പ്രതിനിധികൾ ഏറ്റുവാങ്ങും. കോഴിക്കോട് സ്റ്റുഡൻസ് സെന്ററിൽ ചേർന്ന അവലോകന യോഗം RP ഹുസൈൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. NM സ്വാദിഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. B അബ്ദുൽ ജലീൽ സഖാഫി, NB അബ്ദുറസാഖ് സഖാഫി, PA ഫാറൂഖ് നയിമി, മൂസ സഖാഫി കളത്തൂർ, ഉമർ ഓങ്ങല്ലൂർ, AA ജാഫർ, M അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കട്ടിപ്പാറ വെട്ടിയൊഴിഞ്ഞതോട്ടം കരിഞ്ചോലമലയിൽ പുതുക്കി പണിത പള്ളിയുടെ ഉദ്ഘാടനം നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. സയ്യിദ് അബ്ദുസബൂർ ബാഹസൻ അവേലം, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകും. SYS മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ നടക്കുന്ന സ്വാന്തനം പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി കച്ചവട സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പള്ളികൾ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന ചാരിറ്റി ബോക്സ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം ചാപ്പിനിപ്പാറ കെംസിൽ നടന്നു. ജില്ലാ സ്വാന്തനം ചെയർമാൻ അലവി സഖാഫി കൊളത്തൂർ സ്കൂൾ പ്രിൻസിപ്പാൾ AC സക്കീറ ബാബുവിന് ചാരിറ്റി ബോക്സ് കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മഹാത്മാക്കളുടെ ജീവിതപാത ഉൾക്കൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആഹ്വാനം ചെയ്തു. സയ്യിദ് ഷേഖ് ജിഫിരി 211 ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് ദിക്ർ ദുആ മജ്ലിസിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കുറ്റിച്ചിറ ജിഫിരി മക്കാമിൽ 3 ദിവസമായി നടന്നുവന്നിരുന്ന ഉറൂസിന് ഖത്മുൽ ഖുർആൻ, ദുആ, ബുർദ മജ്ലിസോടെ സമാപനമായി. മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ, C മുഹമ്മദ് ഫൈസി, SSF അഖിലേന്ത്യാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി, കോടമ്പുഴ ബാബ മുസ്ലിയാർ, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗം പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, VM കോയ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന ബാനറിൽ റിസാല സ്റ്റഡി സർക്കിൾ ഗൾഫ് രാജ്യങ്ങളിലെ തിരഞ്ഞെടുത്ത 500 കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി റിയാദിൽ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ബത്ത, ദറിയ ലേബർ ക്യാമ്പ്, ഉമ്മുൽ ഹമാം, ഓൾഡ് സനയ്യ എന്നീ കേന്ദ്രങ്ങളിലെ 1ാം ഘട്ട സമ്മേളനങ്ങൾ പൂർത്തിയായി. പ്രവാസം തീർത്ത തുരുത്തുകളിൽ പ്രലോഭനങ്ങളുടെ കൂട്ടാണ് പ്രവാസിക്ക് സാമ്പത്തിക സാംസ്കാരിക മരവിപ്പും തുടർന്നുള്ള അപജയങ്ങളും സമ്മാനിച്ചതെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ റിയാദ് പ്രസിഡന്റ് ഡോക്ടർ തമ്പി ബത്തയിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ICF സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുസലാം വടകര അധ്യക്ഷത വഹിച്ചു. ജാബിർ അലി പത്തനാപുരം വിഷയം അവതരിപ്പിച്ചു. ഇബ്രാഹിം സുബ്ഹാൻ, ലുക്മാൻ പാഴൂർ, അബ്ദുൽ ബാരി പെരുവമ്പലം, കോയ ഹാജി കോടമ്പുഴ, മുഹമ്മദ് കുട്ടി സഖാഫി ഒളമതിൽ എന്നിവർ ആശംസകൾ നേർന്നു. ഹസൈനാർ മുസ്ലിയാർ സ്വാഗതവും അബ്ദുൽ ഖാദർ പള്ളിപ്പറമ്പ് നന്ദിയും പറഞ്ഞു. ICF കുവൈത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുവൈത്ത് ഔഖാഫ് മന്ത്രാലയത്തിന്റെ അനുമതിയോടെ അബ്ബാസിയ അൽ അംഹൂജ് മസ്ജിദ്, ഫർവാനിയ അൽ മൈലം മസ്ജിദ് എന്നിവിടങ്ങളിൽ ജുമാ നിസ്കാര ശേഷവും കുവൈത്ത് സിറ്റിയിലെ ഷംലാൻ മസ്ജിദിൽ നാളെ മഗ്‌രിബിന് ശേഷവും സ്ഥിരം മതപഠന ക്ലാസുകൾ ആരംഭിക്കുന്നു. ക്ലാസുകൾക്ക് അഹമ്മദ് സഖാഫി കാവനൂർ, അഹമ്മദ് K മാണിയൂർ, അലവി സഖാഫി തെഞ്ചേരി എന്നിവർ നേതൃത്വം നൽകും. ക്ലാസുകളുടെ ഔപചാരിക ഉദ്ഘാടനം നാളെ നിർവഹിക്കും. ലോകമനസാക്ഷിയെ കുത്തിമുറിവേൽപ്പിച്ച് പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുന്നവർ ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലായാലും കനത്ത വില നൽകേണ്ടിവരുമെന്നും ഇസ്ലാമിന്റെ അബോധപൂർവമായ വ്യാപനത്തിലുള്ള ഭയമാണ് ഈ കൃത്യത്തിലേക്ക് അവരെ നയിക്കുന്നതെന്നും റിസാല സ്റ്റഡി സർക്കിൾ സൗദി നാഷണൽ സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു.
സിനിമയ്ക്കു പിന്നിൽ പ്രവർത്തിച്ചവർ മാത്രമല്ല, അവർക്ക് അഭയം നൽകിയവരും ഇസ്ലാമിന്റെ വ്യാപനത്തെ ഭയക്കുന്നു. വിവാദ സിനിമയ്ക്കെതിരെ വ്യത്യസ്ത കോണുകളിൽ നിന്നും നിരന്തരം ഉയരുന്ന പ്രതിഷേധങ്ങളും അത് പിൻവലിക്കാനുള്ള പ്രഖ്യാപനങ്ങളും പ്രവാചകരെ ലോകം എത്രത്തോളം ആദരവോടെയാണ് കാണുന്നതെന്ന് തെളിയിക്കുന്നവയാണ്. ഒരു സിനിമയിലൂടെയോ കാർട്ടൂണുകളിലൂടെയോ കഥകളിലൂടെയോ അവഹേളിക്കുന്നത് മൂലം തകർക്കാൻ കഴിയുന്നതല്ല പ്രവാചകരോടുള്ള ബഹുമാനം. തന്നെ തെറ്റിദ്ധരിപ്പിച്ചും കരാർ ലംഘിച്ചുമാണ് സിനിമയിൽ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടതെന്ന സിനിമയിലെ നായിക സിൻഡി ഗാർസിയയുടെ വെളിപ്പെടുത്തൽ വിവാദ സിനിമയ്ക്ക് പിന്നിലെ ഗൂഢലക്ഷ്യത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. സിനിമയിൽ അഭിനയിച്ചവർ അത് സൈറ്റുകളിൽ നിന്നും പിൻവലിക്കണമെന്ന ആവശ്യവുമായി കോടതി കയറുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ സിനിമ പിൻവലിച്ച് മാപ്പ് പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നും സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ ലുക്മാൻ പാഴൂർ, അബ്ദുൽ ജലീൽ വെളിമുക്ക്, മഹമ്മൂദ് സഖാഫി മാവൂർ, അബ്ദുറഹീം കോട്ടക്കൽ, അബ്ദുൽ നാസർ അൻവരി ക്ലാരി, ഷെരീഫ് മാസ്റ്റർ വെളിമുക്ക് തുടങ്ങിയവർ സംബന്ധിച്ചു. സാഹിത്യോത്സവ വാർത്തകൾ. SSF 19ാമത് സാഹിത്യോത്സവന് ആതിഥ്യമരുളാൻ കായംകുളം ഒരുങ്ങി. ജൂനിയർ, സീനിയർ, ഹയർ സെക്കൻഡറി, ജനറൽ, ക്യാമ്പസ് വിഭാഗങ്ങളിലായി സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും നീലഗിരിയിലെയും 1400 കലാപ്രതിഭകളാണ് കായംകുളം MSM കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന സാഹിത്യോത്സവിൽ മാറ്റിയൊരുക്കുന്നത്. ഓഗസ്റ്റ് 18-ന് യൂണിറ്റ് തലത്തിൽ തുടക്കം കുറിച്ച സാഹിത്യോത്സവിൽ സെക്ടർ, ഡിവിഷൻ, ജില്ലാ ഘടകങ്ങളിലെ മത്സരം പൂർത്തിയാക്കി 1ാം സ്ഥാനം ലഭിച്ചവരാണ് ഈ മാസം 29, 30 തീയതികളിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാഹിത്യ, മാധ്യമരംഗത്തെ പ്രമുഖരാണ് വിവിധ ഘടകങ്ങളിൽ നടന്ന സാഹിത്യോത്സവിൽ അതിഥികളായി സംബന്ധിച്ചത്. മാപ്പിളപ്പാട്ട്, മൗലിദ് പാരായണം, മാലപ്പാട്ട്, മധുഗാനം, അക്ഷരശ്ലോകം, ഖിറാഅത്ത്, പ്രസംഗം, ബുർദപാരായണം, ദഫ്, അറബന തുടങ്ങി 73 ഇനങ്ങളിൽ നടക്കുന്ന സംസ്ഥാന മത്സരത്തിന് കായംകുളം ദേശീയപാതയോരത്ത് 10 വേദികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നടക്കുന്ന സ്റ്റേറ്റ് സാഹിത്യോത്സവ് വിജയിപ്പിക്കാൻ സ്വാഗത സംഘത്തിന്റെ നേതൃത്വത്തിൽ അവസാനവട്ട പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം കാപ്പാടിൽ നിന്നും റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ പ്രഭാഷണം തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് അഡ്മിൻ മുജീബ് CMR അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ കൂടംകുളം നിലയം നിർത്തിവെക്കേണ്ടി വരുമെന്ന് സുപ്രീം കോടതി. സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം വൈകുന്നേരം 5-ന് ശേഷം മതിയെന്ന ഹൈക്കോടതി. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗിന് കാരണം ആസൂത്രണത്തിലെ പിഴവ് മൂലമാണെന്ന് CPM. എല്ലാ പ്രകൃതി വിഭവങ്ങളും ലേലത്തിലൂടെ വിതരണം ചെയ്യണമെന്നില്ലെന്ന് സുപ്രീം കോടതി. പ്രവാചകനെന്ന അമേരിക്കൻ വിവാദ സിനിമയ്ക്കെതിരെ കൊൽക്കത്തയിൽ റാലിയിൽ സംഘർഷം. മുജാഹിദ് സക്കരിയ സലാഹി ഗ്രൂപ്പ് സൗദിയിൽ സാമാന്തര യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ആസാം കലാപത്തിനിരയായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന അഭയാർത്ഥികൾക്ക് ബലിപെരുന്നാളിന് ധരിക്കാൻ SSF വസ്ത്രം ശേഖരിക്കുന്നു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30-ന്, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.